കേരളം ഏറെ ആകാംക്ഷയോടെ നോക്കിയിരുന്ന നടിയെ ആക്രമിച്ച കേസിലെ വിധിയാണിപ്പോൾ വരാൻ പോകുന്നത്. ചരിത്രത്തിൽ മുമ്പെങ്ങും കേട്ടുകേൾവിയില്ലാത്ത കൊട്ടേഷൻ റേപ്പ് കേസ്. ഈ കേസിലെ അന്തിമവാദം കേൾക്കുന്നത് 2024 ഡിസംബർ 11 തുടങ്ങിയത്. സംഭവ സമയം ജയിൽ മേധാവിയായിരുന്ന ആർ ശ്രീലേഖ ഇപ്പോഴത്തെ BJP സ്ഥാനാർത്ഥി ദിലീപിന് അനുകൂലമായി നടത്തിയ പരാമർശത്തിലൂടെ കോടതി ഇലക്ഷൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത വിചാരണ കോടതിയിൽ ഹർജി നൽകി. പിന്നീട് 2025 ഏപ്രിൽ 3 ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടൻ ദിലീപാണെന്ന് പൾസർ സുനി വെളിപ്പെടുത്തുന്ന വീഡിയോ പുറത്തു വന്നു. ദിലീപിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നും ആ വെളിപ്പെടുത്തലിൽ പറയുന്നു. 2025 ഏപ്രിൽ 5 CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിൻ്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുന്നു. നവംബർ 25 വിചാരണ പൂർത്തിയാക്കി കേസ് അന്തിമ വിധി പ്രസ്താവിക്കാൻ ഡിസംബർ 8 മാറ്റിവെക്കുന്നു. ഒട്ടേറെ സാക്ഷികൾ കൂറുമാറിയ ഈ കേസിൻ്റെ വിധി വരുമ്പോൾ ഇതേപോലെ കേരളം ഉറ്റുനോക്കിയിരുന്ന മറ്റൊരു കേസിനെക്കുറിച്ചും പറയേണ്ടി വരും. നമ്മുടെ കേരളം കണ്ട ഏറ്റവും ധീരനായ ഒരു സാക്ഷി ആരാണെന്ന് ചോദിച്ചാൽ അത് അടക്ക രാജു എന്ന് പറയേണ്ടി വരും. അടക്ക രാജു എന്ന് വിളിപ്പേരുള്ള രാധാകൃഷ്ണൻ 1992 മാർച്ച് 22 രാത്രിയിൽ കോട്ടയത്തെ കോൺവെൻറ്റ് വളപ്പിലേക്ക് ഒരു കള്ളൻ ചെന്ന് കയറി. ചെമ്പുകമ്പിയോ വല്ല അടക്കയോ അങ്ങനെ എന്തെങ്കിലും മോഷ്ടിക്കാനായിരുന്നു അയാളുടെ ലക്ഷ്യം. പക്ഷേ അന്ന് അയാൾ അവിടെ കണ്ടത് കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിൻ്റെ ചില പ്രധാന തെളിവുകളായിരുന്നു. അഭയ കേസ് അട്ടിമറിക്കാൻ സമുദായവും രാഷ്ട്രീയക്കാരുമൊക്കെ രംഗത്തിറങ്ങിയിരുന്നു. താൻ കണ്ട സത്യം തുറന്നു പറഞ്ഞ ആ പാവം മനുഷ്യനെ അവർ ക്രൂരമായി ആക്രമിച്ചു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രാജുവിനെ കസ്റ്റഡിയിലെടുത്തു. 60-ൽ കൂടുതൽ ദിവസമാണ് കൊടിയ പീഡനങ്ങൾ നീണ്ടുനിന്നത്. നീയാണ് അഭയയെ കൊന്നതെന്ന് പറഞ്ഞാൽ വീട് തരാം, ഭാര്യയ്ക്ക് ജോലി തരാം, മക്കൾക്ക് പഠിക്കാൻ ലക്ഷങ്ങൾ തരാം, നിനക്ക് ഭാവിയിൽ സുഖമായി ജീവിക്കാം. ഇതൊക്കെയായിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. ഒരൊറ്റ ദിവസം കൊണ്ട് കോടീശ്വരൻ ആകാനുള്ള അവസരം അടക്ക രാജുവിന് അങ്ങനെ വീണ് കിട്ടി. ജീവിതത്തിലെ ദാരിദ്ര്യം എന്നേക്കുമായി അയാൾക്ക് അന്ന് മാറ്റാമായിരുന്നു. കേരളക്കരയെ ഞെട്ടിച്ച ആ സത്യം ഒരു നിമിഷം കൊണ്ട് അയാൾക്ക് കുഴിച്ചു മൂടാമായിരുന്നു. പക്ഷേ ഉറച്ച ശബ്ദത്തിൽ അയാൾ പറഞ്ഞത്, ഞാൻ കള്ളനാണ് സാറേ, പക്ഷേ ഞാൻ കൊലപാതകയല്ല, കണ്ട കാര്യങ്ങൾ ഞാൻ മാറ്റി പറയില്ല എന്നാണ്. പല സാക്ഷികളും ആ കേസിൽ കൂറുമാറിയിരുന്നു. പലരും സ്വാധീനങ്ങൾക്ക് വഴങ്ങി. പക്ഷേ രാജു മാത്രം തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ 2020 അഭയ കേസിലെ വിധി വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിറക്കുന്ന ശബ്ദത്തിൽ രാജു പറഞ്ഞത്, എൻ്റെ കുഞ്ഞിന് നീതി കിട്ടിയെന്നാണ്. എനിക്ക് പെൺമക്കളുണ്ട്. അഭയയെ ഞാൻ കണ്ടത് എൻ്റെ മകളായിട്ടാണ്. ആ അച്ഛനും അമ്മയും മരിച്ചുപോയി. അപ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്നും രാജു പറഞ്ഞു. മോഷ്ടാവ് ഒരു പുണ്യാളനായി മാറിയ കഥയാണ് രാജുവിൻ്റേത്. അടക്ക രാജുവിൻ്റെ ആ ഉറച്ച തീരുമാനം ഒന്ന് മാത്രമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഫാദർ കോട്ടൂരിനും സിസ്റ്റർ സെവിക്കും ജയിലിലേക്കുള്ള വഴി കാണിച്ചത്. സാക്ഷികളിൽ പലരും കൂറുമാറിയ കേസിൽ ഏക ദൃക്സാക്ഷി മൊഴി രാജുവിൻ്റേത് മാത്രമായിരുന്നു. സംഭവം നടന്ന ദിവസം വെളുപ്പിന് ഫാദർ കോട്ടൂരിനെയും ഫാദർ പുത്രിക്കലിനെയും കോൺവെൻറ്റിൽ കണ്ടു എന്നുള്ള അടക്ക രാജുവിൻ്റെ മൊഴി തന്നെയായിരുന്നു കേസിൽ നിർണായകമായി മാറിയത്. അതിനോടൊപ്പം സാഹചര്യ തെളിവുകളും കൂട്ടിയോജിപ്പിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിച്ചു. ഈ കേസിൽ മൊഴിമാറ്റി പറഞ്ഞ നമ്മുടെ സിനിമാ താരങ്ങളെക്കാൾ എത്രയോ വലിയ മനുഷ്യനാണ് അടക്ക രാജു എന്ന മനുഷ്യൻ. പിന്നീട് അഭയ കേസിലെ വിധി വന്ന ശേഷം രാജുവിനെ സഹായിക്കാനും ആളുകളുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നടക്കം തൻ്റെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നതായി രാജു ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ബാങ്കിലെ ബാലൻസ് നോക്കാനോ ATM വഴി പണം എടുക്കാനോ അയാൾക്ക് അറിയില്ലായിരുന്നു. തൻ്റെ മക്കളാണ് അതെല്ലാം നോക്കിയതെന്നാണ് രാജു പറഞ്ഞത്. ഇപ്പോൾ നടിയെ ആക്രമിച്ച പ്രമാദമായ ഈ കേസിൻ്റെ വിധി വരുമ്പോൾ പണത്തിനും ഭീഷണിക്കും വഴങ്ങാത്ത അടക്ക രാജുവിനെ പോലൊരാൾ ഇവിടെ ഇല്ലായിരുന്നു എന്നതിലാണ് എല്ലാവർക്കും സങ്കടം.